ചാലക്കുടി സ്വദേശി ഇ.ഡി. പ്രസാദ് ശബരിമല മേൽശാന്തി. മാളികപ്പുറം മേൽശാന്തിയായി കൊല്ലം സ്വദേശി എം.ജി. മനുവിനെയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു. വിവാദങ്ങൾക്ക് ശബരിമലയുടെ ശോഭ കെടുത്താനാകില്ലെന്ന് മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഇ.ഡി. പ്രസാദ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഉഷപൂജയ്ക്ക് ശേഷം ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷകനായ റിട്ടയർഡ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ സാന്നിധ്യത്തിലായിരുന്നു നറുക്കെടുപ്പ്. പന്തളം കൊട്ടാരത്തിലെ ഇളമുറക്കാരനായ കശ്യപ് വർമ്മയാണ് നറുക്കെടുത്തത്. 8ാം തവണ നറുക്കെടുത്തപ്പോൾ തൃശൂർ ചാലക്കുടി സ്വദേശി ഇ.ഡി. പ്രസാദിന് നിയോഗം. ശബരിമലയിലേക്ക് ഇനിയും ഭക്തജനപ്രവാഹമുണ്ടാകുമെന്നും വിവാദങ്ങൾക്ക് ശബരിമലയുടെ ശോഭ കെടുത്താനാകില്ലെന്നും പുതിയ മേൽശാന്തി ഇ.ഡി. പ്രസാദ് പറഞ്ഞു. ശബരിമലയിൽ എല്ലാ സമയത്തുള്ളതാണ് ഇങ്ങനത്തെ വിവാദങ്ങൾ. ഒരു സീസണാകുമ്പോൾ എല്ലാ സമയത്തും ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കുറേയൊക്കെ തടയപ്പെടാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ വിവാദമൊന്നും ക്ഷേത്രത്തിന്റെ ശോഭയോ മറ്റൊന്നും കെടുത്തില്ല, ഒന്നും ഉണ്ടാവില്ല. ഒന്നും കൂടെ ആൾക്കാർ വരുന്ന എനിക്ക് തോന്നിയത്. പന്തളം കൊട്ടാരത്തിലെ അംഗമായ മൈഥിലി വർമ്മയാണ് മാളികപ്പുറം മേൽശാന്തിക്കായുള്ള നറുക്കെടുത്തത്. അവിടെയും 8ാമത്തെ നറുക്കിൽ മേൽശാന്തിയെ തിരഞ്ഞെടുത്തു. മാളികപ്പുറം മേൽശാന്തിയെ തിരഞ്ഞെടുക്കപ്പെട്ടത് മഹാഭാഗ്യമെന്നായിരുന്നു കൊല്ലം മയ്യനാട് സ്വദേശിയായ എം.ജി. മനു നമ്പൂതിരിയുടെ പ്രതികരണം. മഹാസൗഭാഗ്യം. ഞാൻ 4ാം തവണ 2 പ്രാവശ്യം മാളികപ്പുറത്ത് മാത്രം ലിസ്റ്റിലുണ്ടായിരുന്നു. 2 പ്രാവശ്യം 2 ലിസ്റ്റിലും ഉണ്ടായിരുന്നു. ഞാൻ 6 വർഷം കൊണ്ട് അപേക്ഷിക്കുന്നുണ്ട്. 6 വർഷമായിട്ട് 6 വർഷം കൊണ്ട് കാത്തിരിക്കും. വൃശ്ചികം 1 മുതലാണ് പുതിയ മേൽശാന്തിമാർ സ്ഥാനമേൽക്കുക. തുലാമാസ പൂജകൾ അവസാനിക്കുന്ന 22ാം തീയതി രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല ദർശനത്തിനെത്തും. നിലയ്ക്കൽ മുതൽ പമ്പ വരെ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മീഡിയ 1 പത്തനംതിട്ട.